സോസേജ് എല്ലാം അരിഞ്ഞ് നമ്മൾ ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ചുവട് കട്ടിയുള്ള ഒരു പാത്രം അങ്ങോട്ട് അടുപ്പത്തിട്ട് വെക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അല്പം കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു കഷ്ണം കറുവപ്പട്ട ഒന്ന് ഒടിച്ച് വെച്ചിരിക്കുകയാണ്. 3-4 ഏലയ്ക്ക, ഒരു 3-4 ഗ്രാമ്പും, ഒരു ബേ ലീഫ്, ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ടിരിക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു മീഡിയം സൈസ് സവോള ഒരു 3 ഞാൻ എടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ 2-3 പച്ചമുളക് ചെറുതായിട്ടൊന്ന് ചുമന്ന് വരുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണും മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഈ പൊടികളുടെ ആ ഒരു പച്ചച്ചവയുണ്ടല്ലോ അതൊന്ന് മാറണം. ഇനി 2 പഴുത്ത തക്കാളി നോക്കി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 1/2 കപ്പ് ചൂടുവെള്ളം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പിടണം. ഈ ഗ്രേവിക്കുള്ള മാത്രം ഉപ്പ് ചേർക്കാവുള്ളൂ. ഒന്ന് ഇളക്കി കഴിച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുകയാണ്. ഒരു 2 മിനിറ്റ് ഇരിക്കട്ടെ. ഇത് നമുക്ക് ഈ ചിക്കൻ സോസേജ് ഈ ഗ്രേവിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു 10-12 മിനിറ്റ് ഒരു മീഡിയം തീയിലൊന്നും ഇരിക്കട്ടെ. ഇപ്പോൾ ഏകദേശം ഒരു 4-5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഒരു ടീസ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുകയാണ്. ഇച്ചിരി സോയാ സോസാണ്, കുറച്ച് മല്ലിയില അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇനി ഞാൻ ഒന്നുകൂടെ മൂടി വെക്കുകയാണ്. ഇനി ഒരു 5-6 മിനിറ്റ് കൂടെ ഒന്ന് ഇരിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ സോസേജ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വേണ്ട, നല്ല കൊതിപ്പിക്കുന്നൊരു മണമൊക്കെ കേട്ടോ. ഇതേ രീതിയിൽ നന്നായിട്ട് വെന്തതിന് ശേഷം അടുപ്പം കൊടുക്കും. ഞാനിപ്പോൾ ഇതിനകത്തോട്ട് അല്പം തേങ്ങാപ്പാൽ ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട് ലാസ്റ്റ്. അപ്പോൾ ആ തേങ്ങാപ്പാൽ അങ്ങോട്ട് കട്ടിക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ചിക്കൻ സോസേജ് കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഒരു റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു ഐറ്റമാണ്.